എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പാരിപ്പള്ളി മുതൽ കൊട്ടിയം വരെയുള്ള ഒരു റൈഡ് വീഡിയോ ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വർക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയതിന് ശേഷം ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. വീഡിയോ ആരംഭിക്കുന്നത് പാരിപ്പള്ളിയിൽ നിന്നും കൊല്ലം ഡയറക്ഷനിലേക്കാണ്. കടമ്പാട്ടുകോണം മുതൽ മേവറം വരെയുള്ള ഭാഗത്തെ വർക്കുകൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ മെയിനായിട്ടും സർവീസ് റോഡിൻ്റെ ഭാഗത്തെ വർക്കുകളാണ് നടക്കുന്നത്. ഒട്ടുമിക്ക ഭാഗങ്ങളിലും സർവീസ് റോഡിൻ്റെ സെക്കൻഡ് ലെയർ താർങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഡ്രെയിനേജിൻ്റെ ഭാഗം കഴിഞ്ഞ് കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള നടപ്പാതയുടെ നിർമ്മാണവും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നടപ്പാതകൾ നിർമ്മിച്ച് കഴിഞ്ഞ ഭാഗത്തിപ്പോൾ സ്റ്റീലിൻ്റെ ബാരിയറുകളും സ്ഥാപിക്കുന്നുണ്ട്. മെയിൻ റോഡിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഏറെക്കുറെ വർക്കുകളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിലും നെയിം ബോർഡുകളൊക്കെ സ്ഥാപിച്ചു വരികയാണ്. ഇപ്പോൾ കടമ്പാട്ടുകോണത്തിനും മേവറത്തിനും ഇടയ്ക്കായി പ്രധാനമായും വർക്ക് നടക്കുന്ന ചില ഭാഗങ്ങൾ. കൊല്ലം ജില്ലയിൽ 2 ടോൾ പ്ലാസകളാണ് നിർമ്മിക്കുന്നത്. ഒന്ന് കല്ലുവാതിക്കലും മറ്റൊന്ന് ഓച്ചിറയിലും. കല്ലുവാതിക്കൽ നിർമ്മിക്കുന്ന ടോൾ പ്ലാസയുടെ നിർമ്മാണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ടോൾ ഗേറ്റിൽ ഇലക്ട്രോണിക്സ് ഡിവൈസുകൾ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കേബിളിംഗ് വർക്കുകളും മറ്റുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ടോൾ പ്ലാസയ്ക്ക് വേണ്ടിയുള്ള ചെറിയ ക്യാബിൻ്റെ നിർമ്മാണ പ്രവൃത്തിയും തുടങ്ങിയിട്ടുണ്ട്. സർവീസ് റോഡിനോട് ചേർന്ന് നിർമ്മിക്കുന്ന നടപ്പാതയുടെ നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഉള്ളതായി കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. പല ഭാഗങ്ങളിലെയും നിർമ്മാണ പ്രവൃത്തികൾ കണ്ടാൽ ഈ വരുന്ന മഴക്കാലത്ത് തന്നെ ഇതെല്ലാം ഒലിച്ചു പോകും എന്ന് തോന്നും. ഈ ഒരു സ്ട്രെച്ചിൽ ആദ്യം നിർമ്മിച്ച എക്സിറ്റ് എൻട്രി പോയിൻറ്റുകളൊക്കെ ക്രാഷ് ബാരിയറുകൾ പുറത്തേക്ക് തള്ളി വരുന്ന രീതിയിലായിരുന്നു. അതിനുശേഷം നിർമ്മിച്ച എക്സിറ്റ് എൻട്രി പോയിൻറ്റുകളൊക്കെ ഇപ്പോൾ സ്ഥലം വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ വർക്ക് 80% മുകളിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി പ്രധാനമായും വർക്ക് ആരംഭിക്കാനുള്ളത് മേവറത്തും കടവൂരും മൈലക്കാടും മാത്രമാണ്. ഇത് ഒഴിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇനി 3-4 മാസത്തിനകം തന്നെ കംപ്ലീറ്റ് ആക്കും എന്നാണ് അറിഞ്ഞത്. നിർമ്മാണം 80% കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോൾ പിരിവ് ആരംഭിക്കാം എന്നാണ് നിയമം. അതുകൊണ്ടായിരിക്കാം കല്ലുവാതിക്കൽ ടോൾ പ്ലാസയുടെ നിർമ്മാണ പ്രവൃത്തി വളരെ ദ്രുതഗതിയിൽ തന്നെ കംപ്ലീറ്റ് ആക്കുന്നത്. ഇനി 1 വർഷത്തേക്ക് കൂടിയാണ് ശിവാലയ കമ്പനിക്ക് നിർമ്മാണ കരാർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 2027 മാർച്ച് മാസത്തിലാണ് കംപ്ലീഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. കൊല്ലം ബൈപ്പാസിലും ഇപ്പോൾ വർക്കുകൾ നല്ല രീതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. കല്ലുംതാഴം ROBയുടെ ഭാഗത്ത് മാത്രമാണ് ഇപ്പോഴും ഒരു കൺഫ്യൂഷനായിരിക്കുന്നത്. സർവീസ് റോഡ് ഇല്ലാതെ എങ്ങനെയാണ് അപ്പുറത്തേക്ക് പോകാൻ കഴിയുക എന്നുള്ളത്. പഴയ DPR അനുസരിച്ച് 2 പുതിയ പാലങ്ങളാണ് നിർമ്മിക്കുക എന്ന് കേട്ടത്. എന്നാൽ ഇപ്പോൾ ഒരു പാലം മാത്രമാണ് നിർമ്മിക്കുന്നത് എന്നാണ് അറിയുന്നത്. പഴയ പാലം നിലനിർത്താനാണ് സാധ്യത. പഴയ പാലം 2 വരിക്കുള്ള സ്പേസ് മാത്രമാണ് അതിലുള്ളത്. പക്ഷേ അതിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗം അല്പം കൂടി വീതി കൂട്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിർമ്മിച്ചു വച്ചിരിക്കുന്ന ബോസ്ട്രിങ് പാളത്തിന് കുറുകെയുള്ള പിയർ ഗ്യാപ്പിന് മുകളിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഗതാഗതം പൂർണ്ണമായും ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. കല്ലുംതാഴം ഭാഗത്ത് 2 സൈഡിലും സർവീസ് റോഡ് വന്നാൽ മാത്രമേ ഗതാഗത പ്രശ്നത്തിന് ഒരു പരിഹാരമാവുകയുള്ളൂ.
ഗതാഗത പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കിട്ടണമെങ്കിൽ 2 സൈഡിലും സർവീസ് റോഡ് കൂടി വരണം. അതിനായി പുതിയ പാലങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട്. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട DPRO മറ്റ് രേഖകളോ ഒന്നും ഓൺലൈനായി അവൈലബിൾ അല്ല. പലപ്പോഴും നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ മാത്രമാണ് പ്രദേശവാസികൾ അറിയുന്നത് ഇവിടെ ഈ രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തിയാണ് നടക്കുന്നത് എന്നത്. പുതിയ ഹൈവേയുടെ വരവോടുകൂടി പ്രദേശങ്ങൾക്ക് എല്ലാം മാറ്റം വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പല ഭാഗങ്ങളും ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. പല പഴയ മേജർ ജംഗ്ഷനുകളും ഇപ്പോൾ ആരുമില്ലാത്ത അവസ്ഥയാണ്. കേരളത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള ഡ്രെയിനേജ് സംവിധാനമാണ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. എല്ലാ ഡ്രെയിനേജിൻ്റെയും മുകൾ ഭാഗത്ത് 1 ഇഞ്ചോ 2 ഇഞ്ചോ വ്യാസമുള്ള ചെറിയ ദ്വാരമാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ പെയ്യുന്ന മഴയനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ദ്വാരത്തിലൂടെ വെള്ളം താഴേക്ക് ഇറങ്ങുകയില്ല. ഒരു ചെറിയ മഴയിൽ തന്നെ ഇതെല്ലാം അടഞ്ഞു പോവുകയും വെള്ളം ഇറങ്ങാതെ വരുമ്പോൾ റോഡ് മുഴുവനും വെള്ളക്കെട്ടാവുകയും യാത്ര നടക്കാതിരിക്കുകയും ചെയ്യും. ഈ വർഷത്തെ മഴക്കാലം വളരെ നിർണായകമാണ്. മഴ കഴിയുമ്പോൾ മാത്രമേ നമുക്കറിയാൻ കഴിയുകയുള്ളൂ എവിടെയൊക്കെയാണ് എന്തൊക്കെ പ്രശ്നമുള്ളതെന്ന്. പല ഭാഗങ്ങളും അപകടാവസ്ഥയിലാണ്. ചാത്തന്നൂർ ഫ്ലൈ ഓവറിൻ്റെ തെക്ക് ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്ത് കോൺക്രീറ്റിംഗ് വർക്കുകൾ പുരോഗമിക്കുകയാണ്. ചാത്തന്നൂർ ജംഗ്ഷനിൽ ആറിവാൾ പാനലുകളൊക്കെ തള്ളിയിരുന്ന ഭാഗത്തെ മണ്ണ് കുറച്ച് നീക്കം ചെയ്ത് ആ പാനലുകളൊക്കെ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായി കാണാം. കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് തിരുമുക്ക് അടിപ്പാതയുടെ മുകൾ ഭാഗം യാത്രയ്ക്കായി തുറന്നു കൊടുത്തിരുന്നു. വർക്കന്ന് കംപ്ലീറ്റ് ആയില്ലായിരുന്നു. ഇപ്പോൾ ആ ഭാഗം വീണ്ടും അടച്ചിരിക്കുകയാണ്. അടിപ്പാതയും അപ്രോച്ച് റോഡും ചേരുന്ന ഭാഗത്തെ കോൺക്രീറ്റിംഗ് വർക്കുകളാണ് നടക്കുന്നത്. അത് പൂർത്തിയാക്കി അവിടെയും ടാറിംഗ് വർക്കുകൾ നടന്നതിന് ശേഷമായിരിക്കും പൂർണ്ണമായും തുറന്നു കൊടുക്കാൻ സാധ്യതയുള്ളത്. തിരുമുക്കിലെ 2 അടിപ്പാതയുടെയും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2 അടിപ്പാതയുടെയും അകത്തെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. തിരുമുക്ക് അടിപ്പാത കഴിഞ്ഞാൽ പിന്നെ പ്രധാനമായും വർക്ക് നടക്കുന്നത് ഇത്തിക്കര പാലം എത്തുന്നതിന് മുന്നേ ഉള്ള ഭാഗത്താണ്. ഇവിടെ വലത് സൈഡിലെ സർവീസ് റോഡ് ആ കുന്നിൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നത്. ഇപ്പോൾ വാഹനങ്ങളൊക്കെ ആ സർവീസ് റോഡ് വഴിയാണ് കടത്തിവിടുന്നത്. ഇപ്പോൾ മെയിൻ റോഡിൻ്റെ വലത് ഭാഗത്ത് ടാറിംഗ് വർക്കുകൾ പൂർത്തിയാക്കിയതായി കാണാം. ഇവിടെ ശിവാലയുടെ ഒരു പ്ലാന്റ് വർക്ക് ചെയ്തതിനാൽ ആ പ്ലാന്റ് അവിടെ നിന്നും പൊളിച്ചു മാറ്റിയതിന് ശേഷം മാത്രമേ ഇത്തിക്കര പാലത്തിൻ്റെ തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. ആ ഒരു ഘട്ടത്തിൽ മാത്രമായിരിക്കും മെയിൻ റോഡിൻ്റെ ഇടത് ഭാഗത്തെ ടാറിംഗ് വർക്കുകളൊക്കെ നടക്കുക. ഇപ്പോഴും പഴയ ഇത്തിക്കര പാലം വഴിയാണ് വാഹനങ്ങളൊക്കെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത്തിക്കര പാലം കഴിഞ്ഞ് പിന്നെ പ്രധാനമായും വർക്ക് നടക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ പുതുതായി ഒരു അടിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്.
കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് അടിപ്പാതയുടെ പകുതി ഭാഗത്തെ കാസ്റ്റിംഗ് വർക്കുകളാണ് കംപ്ലീറ്റ് ആക്കിയിരുന്നത്. ഇപ്പോൾ ബാക്കി ഭാഗത്തെ വർക്കുകളാണ് പുരോഗമിക്കുന്നത്. വളരെ ചെറിയൊരു അടിപ്പാതയാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഹൈറ്റ് ഏകദേശം 2 മീറ്ററോളം മാത്രമേ വരികയുള്ളൂ. ഇത്തിക്കര കഴിഞ്ഞാൽ പിന്നെ വർക്ക് പുരോഗമിക്കുന്നത് മൈലക്കാടാണ്. മൈലക്കാട് അടിപ്പാതയുടെ തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ വർക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുന്നത്. അടിപ്പാതയുടെ വടക്ക് സൈഡാണ് കംപ്ലീറ്റായും പൊളിഞ്ഞ് പോയത്. അവിടെ നിന്നും മണ്ണെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. അടിപ്പാതയുടെ തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗം പഴയത് തന്നെയാണ്. അവിടെ ഇപ്പോൾ വീണ്ടും മണ്ണ് കൊണ്ടിട്ട് ഉറപ്പിക്കുന്ന വർക്കാണ് നടക്കുന്നത്. പൈലിങ് നടത്തേണ്ട ഭാഗം വരെയുള്ള മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ എത്ര പിയറുകൾ വരുമെന്നുള്ളത് പൈലിങ് നടത്തിക്കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. പല ഓൺലൈൻ ചാനലുകളിലും ന്യൂസുകൾ വരുന്നുണ്ട്. പല ന്യൂസുകളും നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല. ഈ ഒരു ഭാഗത്തുനിന്ന് തിരിഞ്ഞാണ് കൊട്ടിയത്തെ ഫ്ലൈ ഓവറിലേക്ക് പോകുന്നത്. ഇപ്പോൾ കൊട്ടിയത്തെ ഫ്ലൈ ഓവർ 2 സൈഡിലും വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. വർക്ക് പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗത്ത് ഇനി ലോഡ് ടെസ്റ്റിംഗ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പാരിപ്പള്ളിയിൽ ലോഡ് ടെസ്റ്റിംഗ് നടക്കുകയാണ്. കടമ്പാട്ടുകുളത്തു നിന്നും കൊല്ലം ഡയറക്ഷനിലേക്ക് വരുമ്പോൾ റോഡിൻ്റെ ഇടത് സൈഡിലാണ് ഇപ്പോൾ വെയിറ്റ് കൊണ്ടുവച്ച് ലോഡ് ടെസ്റ്റിംഗ് നടത്തുന്നത്. അതുപോലെ കൊട്ടിയത്തും ഇനി ലോഡ് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. പല ചാനലുകളിലും കൊട്ടിയത്തെ ഫ്ലൈ ഓവർ പൂർണ്ണമായും പൊളിച്ചു മാറ്റുമെന്നും 2 സൈഡിലേക്കും 300 മീറ്ററോളം തള്ളി പുതിയ പാലം വരുമെന്നൊക്കെ ന്യൂസ് കണ്ടിരുന്നു. എന്നാൽ ഇതൊന്നും സത്യമായ ന്യൂസല്ല. പറക്കുളത്ത് ഇപ്പോഴും അറിവാൾ തള്ളി തന്നെയാണ് നിൽക്കുന്നത്. ഇതുവരെയും അതിനൊരു തീരുമാനമായിട്ടില്ല. ചിലപ്പോൾ ആ ഭാഗം മാത്രമായി പൊളിച്ച് പണിഞ്ഞേക്കാം. വർക്കുകൾ പുരോഗമിക്കുന്നതനുസരിച്ച് വീഡിയോകൾ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.